ഹായ്, ഗുഡ് ഈവനിങ്. ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിന്റെ ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വിപണി നല്ല ശക്തമായിട്ടുള്ള നിലയിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. മാർക്കറ്റ് രണ്ടാഴ്ചത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ ക്ലോസ് ചെയ്തു. 24,800 മുകളിലായി ക്ലോസ് ചെയ്തു എന്നതും ഒരു പോസിറ്റിവിറ്റി തന്നെയാണ്. സെൻസെക്സ് 314 പോയിന്റ്സ് ഉയർന്ന് 81,101 നിഫ്റ്റി 95 പോയിന്റ്സ് ഉയർന്ന് 84,869 ക്ലോസ് ചെയ്തപ്പോൾ നിഫ്റ്റി ബാങ്ക് 29 പോയിന്റ്സ് മാത്രം ഉയർന്നു. മിഡ് ക്യാപ്പ് 103 പോയിന്റ്സും ഉയർന്നു. ഇനി ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയായിട്ട് നമ്മൾ ഇന്ന് രാവിലത്തെ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ഷെയർ ബൈബാക്കുമായി ബന്ധപ്പെട്ട സെപ്റ്റംബർ 11 ഇൻഫോസിസ് ബോർഡ് യോഗം ചേരുമെന്ന്. ഇൻഫോസിസ് 5% നേട്ടമാണ് ഉണ്ടാക്കിയത്. കൂടാതെ IT സൂചിക 3% ഉയരുകയുണ്ടായി. വിപ്രോ, ടെക് മഹീന്ദ്ര, HCL ടെക്നോളജീസ്, TCS തുടങ്ങിയവ 2 മുതൽ 3% വരെ ഉയർന്നു. 6,000 കോടി രൂപയുടെ ബ്ലോക്ക് ഡീൽ വാർത്തകൾ പുറത്തു വന്നതോടെ നഷ്ടത്തിലായിരുന്ന കൊഡാക് ബാങ്ക് പോസിറ്റിവിറ്റിയിൽ ക്ലോസ് ചെയ്തു. ട്രെൻഡ് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും നഷ്ടത്തിൽ ക്ലോസ് ചെയ്തു. ഏകദേശം 1.5% മുകളിൽ ഇടിഞ്ഞു. മറ്റ് സ്റ്റോക്ക് ന്യൂസുകൾ നോക്കുകയാണെങ്കിൽ പേടിഎം, നൈക്ക, ഡൽഹി വെറി എന്നിവ 2 മുതൽ 3% ഇടിവാണ് ഉണ്ടാക്കിയത്. പിന്നെ ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ മറ്റൊരു വാർത്ത കൂടി പറഞ്ഞിരുന്നു. 660 കോടി രൂപയുടെ ബീഹാർ വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുമുള്ള പുതിയ ഓർഡർ റെയിൽടെൽ സ്വന്തമാക്കി എന്ന വാർത്ത നമ്മൾ പറഞ്ഞിരുന്നതാണ്. സ്റ്റോക്ക് ഏകദേശം 6% ഉയർന്നത്. കൂടാതെ പ്രൈം ഫോക്കസ് തുടർച്ചയായ മൂന്നാമത്തെ ദിവസവും 10% അപ്പർ സർക്യൂട്ട് ഹിറ്റ് ചെയ്തു. കൂടാതെ വോൾട്ടാബുമായി സംബന്ധിച്ച ബ്ലോക്ക് ഡീലിന്റെ വാർത്ത രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് വീഡിയോയിൽ പറഞ്ഞതാണ്. സ്റ്റോക്ക് 4% ഇടിഞ്ഞു. ഇതൊക്കെയാണ് ഇന്ന് ഫോക്കസിലുള്ള പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വരുന്നത്. ഇനി ഇപ്പോഴത്തെ മാർക്കറ്റുകളുടെ ഒരു സിറ്റുവേഷൻ നമുക്ക് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന US മാർക്കറ്റുകൾ ചെറിയ പോസിറ്റിവിറ്റിയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റുകളും മിക്സഡ് ആയിട്ടാണുള്ളത്. ഗിഫ്റ്റ് നിഫ്റ്റി ഏറെക്കുറെ മ്യൂട്ടഡ് അവസ്ഥയിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോഴിതാ 55% ഡിസ്കൗണ്ടോട് കൂടി വെറും 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയുന്ന ഒരു സുവർണാവസരം ഇപ്പോഴുണ്ട്. എല്ലാവരും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഇത് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഫോക്കസിൽ വെക്കാൻ കഴിയുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. ഇന്നത്തെ സ്റ്റോക്കുകൾ നമ്മൾ എടുത്തിരിക്കുന്നതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. എല്ലാം ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് വരാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ബ്രേക്ക്ഔട്ട് വന്ന കുറച്ച് സ്റ്റോക്കുകളൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത്. ആദ്യം നമുക്ക് ബ്രേക്ക്ഔട്ട് വന്ന ഒരു സ്റ്റോക്കിലേക്കാണ് പോകുന്നത്. ടാൽബ്രോ ഓട്ടോമേറ്റീവ് കോമ്പോണൻറ്റ്സ് ലിമിറ്റഡ് എന്ന കമ്പനിയാണ്. ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക്ഔട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റോക്കിൻ്റെ പ്രൈസ് വരുന്നത് 308 എന്ന നിലയിലാണ്. ഇപ്പോൾ നമ്മൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുകയാണെങ്കിൽ സ്റ്റോപ്പ് ലോസ് ആവാൻ സാധ്യതയുള്ളത് 286, ഒരു ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 340. സ്റ്റോക്കിൽ നമുക്ക് വരുന്ന ദിവസങ്ങളിലേക്ക് നമുക്ക് ഫോക്കസിൽ വെക്കാവുന്നതാണ്. മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, 50 പൈസ ഡിവിഡൻഡ് സെപ്റ്റംബർ 12 കമ്പനി പ്രഖ്യാപിച്ചിട്ടുണ്ട്. എക്സ് ഡിവിഡൻഡ് ഡേറ്റ് അതാണ്, അതുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. നല്ല വോളിയത്തോടു കൂടിയുള്ള ഒരു ബ്രേക്ക്ഔട്ട് തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. മറ്റൊരു ട്രയാങ്കിൾ പാറ്റേണിലുള്ള സ്റ്റോക്കിനെ കുറിച്ച് പറയാം. RPEL എന്ന സ്റ്റോക്കാണ്. സ്റ്റോക്കിൽ ഇപ്പോൾ ഒരു ബ്രേക്ക്ഔട്ടിനായിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്യുകയാണ്. അപ്സൈഡിലെ ഈ റെസിസ്റ്റന്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ഗ്രീൻ കാൻഡിൽ ക്ലോസിംഗ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പോസിറ്റീവായിട്ട് കാണാവുന്നതാണ്. ഏതായാലും ഈ സ്റ്റോക്ക് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യുക. സ്റ്റോക്കിൽ നമുക്ക് എപ്പോഴാണ് ഒരു ബ്രേക്ക്ഔട്ട്, നമ്മൾ പറയുന്ന രീതിക്ക് എങ്ങനെയാണ് നല്ലൊരു ബ്രേക്ക്ഔട്ട് ലഭിക്കുന്നത് എന്ന് നമുക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമ്മൾ പറയുന്നത് വിപ്രോ എന്ന ആ വലിയ സ്റ്റോക്കിലും നമുക്ക് ഒരു ബ്രേക്ക്ഔട്ട് വരാനുള്ള സാധ്യതയുണ്ട്. അതും ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക്ഔട്ട് തന്നെയാണ്. അപ്പോൾ ഇതിൽ ബ്രേക്ക്ഔട്ട് വരികയാണെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞതുപോലെ നല്ല വോളിയൊക്കെ ഇപ്പോൾ ഉണ്ട്, അത് കംഫർട്ടബിളായിട്ട് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേണിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 257, സെക്കൻഡ് ടാർഗറ്റ് ആവാൻ സാധ്യതയുള്ളത് 269. ഏതായാലും ഇപ്പോൾ ബ്രേക്ക്ഔട്ട് വന്നിട്ടില്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി ഈ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ് എന്ന് മാത്രം. കൂടുതലായിട്ട് സ്റ്റോക്കുകളെ കുറിച്ച് പഠിക്കുക. ഇത്തരത്തിലുള്ള പാറ്റേണുകളെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. കാൻഡിലുകളെ കുറിച്ച്, കാൻഡിൽസ്റ്റിക് പാറ്റേണുകളെ കുറിച്ച്, അങ്ങനെ ഇൻഡെപ്തിലുള്ള ഒരു സ്റ്റഡിയാണ് നമുക്ക് നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ നമ്മൾ നടത്തേണ്ടത്. അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ബിഗിനേഴ്സിനായിട്ടുള്ള സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ടുമുകളിൽ നമ്മളിവിടെ ഒരു വാട്സപ്പ് നമ്പർ നൽകിയിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിലും ഇതേ വാട്സപ്പ് നമ്പറിൽ തന്നെ ഒന്ന് മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. പലപ്പോഴും നമ്മുടെ വീഡിയോകൾക്ക് ലൈക്ക് കുറവാണ്. അതുകൊണ്ട് പരമാവധി എല്ലാവരും പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ നമ്മുടെ ഈ ഈവനിങ് പോഡ്കാസ്റ്റ് വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കമൻറ്റായി അറിയിക്കാൻ ശ്രമിക്കുക. ഇത്തരത്തിലുള്ള പാറ്റേണുകൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ല കാര്യമായിട്ട് തോന്നുകയാണെങ്കിൽ അതുകൂടി ഒന്ന് അറിയിക്കുക.
എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.